friends, welcome to Science and Distribution Class 12 Math Chapter 6 Applications of Derivative Part 2. Please visit Part 1 before watching this video. The first question, find the rate of change of the area of a circle per second with respect to its radius r when r is equal to 5 cm. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചിന്തിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഫിഗർ ഉണ്ടാവും. ഫിഗർ ഏതാണ്? സർക്കിളാണ്. സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഇസ് ഈക്വൽ ടു പൈ r square. Clear? So area, the area of a circle with radius r is given by pi r square. പിന്നെ നോക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു കഴിഞ്ഞിട്ട് ചോദിച്ചേക്കുന്ന ആളെ ശരിക്കും ശ്രദ്ധിക്കണം. വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ്. വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടുപിടിക്കുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സാധാരണ നമ്മൾ ടി ആണ് ഇടാറ്. പക്ഷെ ഇവിടെ ടി ഇടാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് ഡി എ ബൈ ഡി ആർ അങ്ങനെ വന്ന എളുപ്പവുമായി. കാരണം എന്താണോ വേരിയബിൾ ആ വേരിയബിളിൻ്റെ തന്നെ ഡിഫറൻസിയേഷൻ കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. സോ ദിസ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ആർ ഓഫ് വാട്ട്? എന്താണ് നമ്മുടെ ഫോർമുല? പൈ ആർ സ്ക്വയർ. സോ ദിസ് ഇസ് പൈ ആർ സ്ക്വയർ. സോ ദിസ് ഇസ് ഈക്വൽ ടു പൈ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പൈ പുറത്തേക്ക് എടുത്തു. സോ ആർ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞ ഫോർമുലയാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അക്കോർഡിംഗ് ടു ദാറ്റ് ഫോർമുല എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. Clear? This is the derivative. So here 2 into r raised to 2 minus 1. So this is equal to 2r. Okay? So put 2r here. So this is our answer. The rate of change of area with respect to radius is equal to pi 2r. So we bring it 2 pi r. Clear? So 2 pi r rating. ഇങ്ങനെ ചോദ്യം, when r is equal to 5 cm, r ന്റെ റേഡിയസ് 5 സെൻറ്റിമീറ്റർ ആകുമ്പോഴുള്ള ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് കണ്ടുപിടിക്കും. സോ പുട്ട് ഹിയർ r is equal to 5. So what happened is 2 into 5 10 pi. Clear? So this is the answer. Next question is, the volume of a cube is increasing at the rate of 9 cubic centimeters per second. How fast is the surface area increasing when the length of an edge is 10 centimeter? ക്യൂബ് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാലോ. ദിസ് ഇസ് ക്യൂബ്. അതായത് ഒരു പെട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതാണ് നമ്മുടെ ക്യൂബ് എന്ന് പറയുന്നത്. ആക്ച്വലി ദിസ് ഈസ് ദ ക്യൂബ്. അപ്പോൾ the volume of a cube is increasing at the rate of 9 cubic centimeter per second. ഇതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഡി വി ബൈ പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാതെ എന്താണ്? ടൈമാണ്. ഡി വി ബൈ ഡി ടി ഈക്വൽ ടു 9. 9ആണ്. അതായത് വോളിയം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് 9ആണ്. ഹൗ ഫാസ്റ്റ് ഇസ് ദ സർഫസ് ഏരിയ ഇൻക്രീസിങ്? സർഫസ് ഏരിയനെ നമുക്ക് എസ് എന്ന് എടുക്കാം. സർഫസ് ഏരിയ. സോ ഹൗ ഫാസ്റ്റ് ദ സർഫസ് ഏരിയ ഇൻക്രീസിങ് എന്ന് വെച്ചാൽ നമുക്ക് ഡി എസ് ബൈ ഡി ടി ആണ് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ? വെൻ ദ ലെങ്ത് ഓഫ് ആൻ എഡ്ജ് ഈസ് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ പറയുന്ന ക്യൂബിങ്ങിന് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വശം 10 സെൻറ്റിമീറ്റർ ആകുമ്പോൾ അതിൻ്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ് സർഫസ് ഏരിയ, പുറമെയുള്ള ഏരിയ. അങ്ങനെ എത്ര സർഫസ് ഉണ്ട്? 6 എണ്ണമുണ്ട്. 1 2 3 പുറകിൽ 4 മുന്നിൽ 5 താഴെ 6. കണ്ടോ? അപ്പോൾ ഒരു സ്ഥലത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് എക്സ് എടുക്കുക. ക്യൂബ് ആയതുകൊണ്ട് എല്ലാ വശവും സെയിം ആയിരിക്കും. ഇതും എക്സ്. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ആണ് ഒരു വശത്തെ ഏരിയ എന്ന് പറയുന്നത്. അങ്ങനെ 6 വരുമ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോർമുല 6x സ്ക്വയർ ആണ്. ക്ലിയർ? വോളിയം നമുക്കറിയാമല്ലോ. വോളിയം എന്ന് പറഞ്ഞാൽ നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്. ഇത്രയും ആണ് നമുക്ക് ഈ ചോദ്യത്തിൽ നിന്ന് നമ്മൾ എടുത്ത് മനസ്സിലാക്കേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡി എസ് ബൈ ഡി ടി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ? ഓക്കെ. സോ ലെറ്റ് എക്സ് ബി ദ ലെങ്ത് ഓഫ് ദ സൈഡ് ആൻഡ് വി ബി ദ വോളിയം ആൻഡ് എസ് ബി ദി സർഫസ് ഏരിയ ഓഫ് ദ ക്യൂബ്. ദെൻ വി ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ്. ദിസ് ഈസ് വൺ ഓഫ് ദ ഫോർമുല. വോളിയം കാണാനായിട്ട് and s is equal to 6x square. Clear? Where x is the function of time. അപ്പോൾ തന്നിട്ട് നമുക്ക് ഫംഗ്ഷൻ ഓഫ് ടൈം ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈനൽ ഔട്ട്പുട്ട് ഡി എസ് ബൈ ഡി ടി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? ഓക്കെ. യെസ്. അപ്പോൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്നിടത്ത് എഴുതാം. തന്നിരിക്കുന്നത് എന്താണ്? വി ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ ഫോർമുല എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഡി വി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു d by dt of x cube. Clear? അപ്പോൾ
ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ കണ്ടോ, ഇത് എക്സ് ആണ്, ഇവിടെ ടി ആണ്. അപ്പോൾ തമ്മിൽ എന്താണ്, നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നോർമലായിട്ടുള്ള ഡിഫറൻസിയേഷൻ കാണുന്നു. 3x⁻² എന്താണ് 3 - 1 ദാറ്റ് ഈസ് 2. ഓക്കെ, ഇൻറ്റു അഗെയിൻ വൺസ് അഗെയിൻ നമ്മൾ ഒന്നും കൂടി അതിൻ്റെ ഡിഫറൻസിയേഷൻ കാണും. dx/dt ഇറ്റ് ഈസ് ഗീവൺ ആസ് 9. അപ്പോൾ വോളിയത്തിൻ്റെ നമുക്ക് എന്തെങ്കിലും 9 ആണ്. അപ്പോൾ ഇവിടുത്തെ ഒരു 3യും ഈ 9ൽ 3യും കിട്ടി കഴിഞ്ഞാൽ ഓൺലി 3. സോ ഇനി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ x² നമ്മൾ ഇപ്പുറത്തേക്ക് എടുക്കണം. ഓക്കെ, സോ 3 / x² is equal to dx/dt. ക്ലിയർ? ഓക്കെ, എന്തിനാണ് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? dx/dt is equal to 3 / x². ക്ലിയർ? അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്താണ്, ലെങ്ത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആക്ച്വലി എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സർഫസ് ഏരിയ. അതാണ് ക്വസ്റ്റ്യൻ. എന്താണ്, ഹൗ ഫാസ്റ്റ് ഇസ് ദ സർഫസ് ഏരിയ ഇൻക്രീസിങ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കണം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ds/dt ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എസിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് കാണാം d/dt ഓഫ് എസിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6x². ഓക്കെ, സോ ഞാൻ പറഞ്ഞു ഇവിടെ എക്സ് ആണ്, ഇവിടെ ടി ആണ്. അപ്പോൾ രണ്ടും ഒരുമിച്ച് പോകില്ല, രണ്ടും ഡിഫറെൻറ്റ് വേരിയബിൾ ആണ്. അതുകൊണ്ട് ഡിഫറൻസിയേഷൻ കണ്ടതിന് ശേഷം വീണ്ടും എക്സിൻ്റെ ഡിഫറൻസിയേഷൻ ഒന്നുകൂടി കാണേണ്ടതായിട്ട് വരും. അപ്പോൾ 6 × x² ഡിഫറൻസിയേഷൻ നമുക്കറിയാം, കുറേ ചെയ്തതാണ്. 2x ഇൻറ്റു അഗെയിൻ എക്സിൻ്റെ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ dx/dt. ക്ലിയർ? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് dx/dt നമുക്ക് ഓൾറെഡി അറിയാം, ദാറ്റ് ഈസ് 3/x². ഓക്കെ, so 6 × 2 that is 12x into dx/dt. What is dx/dt? 3/x². 3/x². So what happened is square x-ഉം ഒരു x വെട്ടിപ്പോയി. 12 × 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 36. So 36 / x. This is the rate of change of what? Surface area. Clear? Okay, so like this. So by chain rule we apply, we'll get 36/x. അപ്പോൾ പറയുന്നത് when x is equal to 10 cm എന്ന് പറയുന്നത് ജസ്റ്റ് ഈ എക്സിൻ്റെ സ്ഥലത്ത് എന്താണ് 10 കൊടുത്താൽ മതി. അപ്പോൾ 36/10 is equal to 3.6 cm²/second. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a stone is dropped into a quiet lake and waves moves in circles at a speed of 4 cm/second. At the instant when the radius of the circular wave is 10 cm, how fast is the enclosed area increasing? നമ്മൾ നേരത്തെ പറഞ്ഞ സർക്കിളിൻ്റെ ഷേപ്പ് തന്നെയാണ്. എ സ്റ്റോൺ ഈസ് ഡ്രോപ്പ്ഡ് ഇൻ ടു എ ക്വൈറ്റ് ലേക്ക്. അത് അനങ്ങാതെ കിടക്കുന്ന ഒരു തടാകത്തിലേക്ക് നമ്മൾ ഒരു കല്ലെടുത്തിട്ടു. വേവ്സ് മൂവ്സ് ഇൻ എ സർക്കിൾ. അപ്പോൾ എന്താണ്, സ്വാഭാവികമായിട്ടും വേവ്സ് എന്താണ്, സർക്കിളായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യും. അറ്റ് എ സ്പീഡ് ഓഫ് 4 cm/second. ഇപ്പോൾ സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട് 4 cm/second. At the instant when the radius of the circular waves is 10 cm, when r is equal to 10 cm, how fast is the enclosed area increase? അപ്പോൾ ഏരിയ നമ്മൾ നേരത്തെ ഫസ്റ്റ് ചെയ്ത പ്രോബ്ലം പോലെ തന്നെയാണിത് ചെയ്യുന്നത്, πr². ഓക്കെ, ബട്ട് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന റേറ്റും തന്നിരിക്കുന്നത് ടൈമിലാണ്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. സോ the area of a circle with radius r is given by a sum πr². നമ്മൾ ഫസ്റ്റ് പ്രോബ്ലത്തിൽ പറഞ്ഞ പോലെ തന്നെ therefore the rate of change of area with respect to time t is dA/dt. dA/dt ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, that is d/dt of πr². അപ്പോൾ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ t ആണ്, ഇവിടെ r ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരാം, πr² ഡിഫറൻസിയേഷൻ ആദ്യം കാണുക. അപ്പോൾ that is π × 2r into എന്താണ് dr/dt. ക്ലിയർ? സോ ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് സർക്കിൾ അറ്റ് എ സ്പീഡ് ഓഫ് 4 cm/second. നമുക്ക് തന്നിട്ടുള്ളത് കൊണ്ട് ഈ dr/dt ആണ് 4 എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, സോ ഹിയർ 2πr into dr/dt. So dr/dt is already given, that is 4 cm. Put dr/dt is equal to 4. So here നിങ്ങൾ 4 എന്ന് കൊടുക്കുകയാണെങ്കിൽ 4 × 2 8 πr ആണ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നത്. സോ പുട്ട് r is equal to 10 cm. 10 cm എന്ന് പറയുന്നത് r-ന്റെ പ്ലേസിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ആയി. ക്ലിയർ? So this is equal to 80 π.
Thus, the enclosed area is increasing at the rate of 85 centimeters square per second when r is equal to 10 centimeter. Okay. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കിൽ നമ്മൾ ഇൻക്രീസിങ് ഡിക്രീസിങ് അങ്ങനെ രണ്ട് ടോപ്പിക്ക് വരുന്നുണ്ട്. dy by dx is positive if y increases as x increases. y x കൂടുമ്പോൾ yയുടെ വിലയും കൂടുകയാണെങ്കിൽ dy by dx പോസിറ്റീവ് എന്ന് എടുക്കണം. if negative if y decreases as x increases. x increase ചെയ്യുമ്പോൾ y കുറയുകയാണെങ്കിൽ ശ്രദ്ധിക്കണം. when x increases y also increases, then dy by dx. ഓക്കെ, നമുക്ക് ഇത് എന്തൊക്കെ പറയാം? y ഡാഷ് എന്ന് പറയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ y1 എന്ന് പറയാം, എങ്ങനെ പറഞ്ഞാലും സെയിം ആണ്. ഈസ് പോസിറ്റീവ്. ആൻഡ് വെൻ x ഇൻക്രീസസ് ബട്ട് y എന്താണ് അതിൻ്റെ ഓപ്പോസിറ്റ് ആണ്, ഡിക്രീസസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ dy by dx that is y ഡാഷ് നമ്മൾ എന്ത് പറയും? നെഗറ്റീവ്. ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ അതിൻ്റെ ബേസിസിലുള്ളതാണ്. ദ ലെങ്ത് ഓഫ് എക്സ് ഓഫ് എ റെക്ടാംഗിൾ ഇസ് ഡിക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 3 centimeter per minute. ഒരു മിനിറ്റിൽ 3 സെന്റിമീറ്റർ വെച്ചിട്ട് ലെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദ വിഡ്ത്ത് y ഇസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 2 centimeter per minute. ഒരു മിനിറ്റിൽ 2 സെന്റിമീറ്റർ വെച്ചിട്ട് അതിൻ്റെ എന്താണ് വിഡ്ത്ത്, വീതി എന്താണ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു റെക്റ്റാങ്കിൾ പറയാനായിരിക്കും. ഓക്കെ, ഇത് എക്സ്, ഇത് y. ഇപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ എക്സ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എക്സ് കുറഞ്ഞ് ഇത്ര ആയിരിക്കും. y എന്താണ് കൂടിക്കൊണ്ടിരിക്കുന്നത്? y ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. x എന്താണ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ x എത്ര ഉള്ളൂ, y എന്താണ് കൂടി. സോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കിയേ. when x decreases and y എന്താണ് increases. Clear? So the length of x of rectangle is decreasing at the rate of 3 centimeter per minute. മനസ്സിലായോ? and width y is increasing at the rate of 2 centimeter per minute. when x is equal to 10 centimeter, x ന്റെ വില 10 centimeter ആകുമ്പോൾ y യുടെ വില 6 centimeter ആകുമ്പോൾ find the rate of change of ഒന്ന് പെരിമീറ്റർ കണ്ടുപിടിക്കണം, then ഏരിയ. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് രണ്ടിൻ്റെ ഇക്വേഷൻ അറിയാം. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4 വശം കൂടി കൂട്ടുന്നതാണ് പെരിമീറ്റർ. ഇപ്പോൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ രണ്ട് ഓപ്പോസിറ്റ് വശങ്ങൾ സെയിം ആയിരിക്കും. അപ്പോൾ എക്സ് 2 പ്രാവശ്യം കൂട്ടണം, y 2 പ്രാവശ്യം കൂട്ടണം. അപ്പോൾ 2x പ്ലസ് 2y. ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. 2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ x പ്ലസ് y. ദിസ് ഈസ് അവർ പെരിമീറ്റർ, ചുറ്റളവ് എന്ന് പറയും. ഈക്വൽ ടു p. ക്ലിയർ? ആൻഡ് ഏരിയ, ഏരിയ എന്ന് പറഞ്ഞാൽ വെരി ഈസിയാണ്. എന്താണ്? നീളം ഇൻറ്റു വീതി, ദാറ്റ് ഇസ് എക്സ് ഇൻറ്റു വൈ, എക്സ് വൈ. ദിസ് ഈസ് അവർ ഏരിയ. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പെരിമീറ്റർ. സോ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഡി പി ബൈ ഡി ടി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പെരിമീറ്റർ കണ്ടുപിടിക്കാൻ. എൻ്റെ ഏരിയ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഏരിയ ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡി എ ബൈ ഡി ടി. ഓക്കെ. Since the length x is decreasing and the width y is increasing with respect to time, we have dx by dt is equal to minus 3 cm per minute and dy by dt is equal to 2 cm per minute. അപ്പോൾ x എന്ന് പറയുന്നത് ഇവിടെ ഡിക്രീസ് ചെയ്യുന്നതാണ്, y എന്ന് പറയുന്നത് എന്താണ്? ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ x ഡിക്രീസ് ചെയ്യുമ്പോൾ dx by dt എന്ന് പറഞ്ഞാൽ മൈനസ് 3 cm per minute, dy by dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 cm per. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യമാണ്. മനസ്സിലായോ? അപ്പോൾ അവിടെ 3 cm തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഡിക്രീസിങ്ങും ഇൻക്രീസിങ്ങും. ദ ലെങ്ത് ഓഫ് എക്സ് ഓഫ് എ റെക്ടാങ്കിൾ ഇസ് ഡിക്രീസിങ് എന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ നമ്മൾ മൈനസ് ആയിട്ട് എടുക്കണം. ഓക്കെ. ആൻഡ് ദ വിഡ്ത്ത് വൈ ഇൻക്രീസിങ് എന്ന് പറഞ്ഞേക്കണം. അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഓക്കെ. ദ പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു പി ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ആണ്. ഇതിൻ്റെ നമ്മൾ ഡെറിവേറ്റീവ് കാണണം. സോ ഡെറിവേറ്റീവ് ഓഫ് പി വിത്ത് റെസ്പെക്ട് ടു ടൈം ചെയ്യുകയാണെങ്കിൽ 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് വൈ ചെയ്യണം. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എക്സ് വേറെ ചെയ്യണം, ഡെറിവേറ്റീവ് ഓഫ് വൈ എന്താണ് വേറെ ചെയ്യണം. ഇപ്പോൾ ശ്രദ്ധിച്ച് നോക്കി, ഇവിടെ എക്സ് ഒരു വേരിയബിൾ ആണ്, പക്ഷെ വന്നിരിക്കുന്നത് ടി ആണ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണാം. സോ 2 ഇൻറ്റു വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് 1 ഇൻറ്റു എഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം, ഈ എക്സിനെ വീണ്ടും എന്താണ് അതുകൊണ്ട് ഗുണിക്കണം. ഇപ്പോൾ ഡി എക്സ് ബൈ ഡി ടി ഉണ്ടോ. സോ അതാണ് അവിടെ 1 ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എന്താണ് ഡി എക്സ് ബൈ ഡി ടി തന്നെ വരാനുള്ള കാരണം. ഇനി വൈയുടെ ഡെറിവേറ്റീവ് ആണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്, വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് വൈ, ഡെറിവേറ്റീവ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു എന്താണ് അഗെയിൻ 1. ഓക്കെ. ദെൻ വൈയുടെ ഡെറിവേറ്റീവ് അപ്പോൾ അത് എക്സ് അല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും y derivative ആണ്, that is dy by dt. Clear? So
ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി dx/dtയുടെ വില ഇവിടെ കൊടുക്കുക, ദാറ്റ് ഈസ് -3. dy/dtയുടെ വില കൊടുക്കുക 2. സോ -3 + 2 കൂടി കൂട്ടുമ്പോൾ -1 ആവും. 2 × -1 = -2 cm/minute. ഓക്കെ, ക്ലിയർ? ഇനി ഏരിയ ആണ്. ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ ഇസ് ഗീവൺ ബൈ x × y. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ x × y ആണ്. അപ്പോൾ ഇതിന്റെ ഡിഫറൻഷിയേഷൻ കാണുക. നേരത്തെ ചെയ്ത പോലെ dA/dt ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് dy/dt. ആ റൂളാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. രണ്ട് രീതിയിൽ ഇത് ചെയ്യാം. ചിലർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ്, അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ dy/dt വില അറിയാം, dx/dt വില അറിയാം, അത് അവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ കൊടുക്കുമ്പോൾ dx/dt എന്ന് പറഞ്ഞാൽ -3 ആണ്. dy/dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 ആണ്. അപ്പോൾ അവർ തന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എക്സിൻ്റെ വില എന്താണ്? 10ഉം വൈയുടെ വില എക്സിൻ്റെ വില 6ഉം വൈയുടെ വില 10ഉം ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് എക്സിൻ്റെ വില 10ഉം വൈയുടെ വില 6 ഓം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സിന് നമ്മൾ എന്ത് ചെയ്യുക? 10 കൊടുക്കുക, വൈക്ക് എന്താണ്? 6 കൊടുക്കുക. സോ യു വിൽ ഗെറ്റ് ദി ആൻസർ 2 cm²/minute. ദാറ്റ് ഈസ് ദ ഏരിയ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ടോട്ടൽ കോസ്റ്റ് C of x in rupees associated with the production of x units of an item is given by C of x is equal to 0.005 x³ minus 0.02 x² plus 30x plus 5000. Find the marginal cost when 3 units are produced. Whereby marginal cost we mean the instantaneous rate of change of total cost at any level of output. ആണ് ചോദ്യം. ഇവിടെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടത് കൊമേഴ്സിൽ ബന്ധപ്പെട്ട ഒരു ഇക്വേഷനാണ്. നിങ്ങൾക്ക് ഇക്വേഷൻ പറഞ്ഞുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടാൽ മതി എന്നുള്ളതാണ് മനസ്സിലാക്കുക. എന്താണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ മാർജിനൽ കോസ്റ്റ്. എന്താണ് മാർജിനൽ കോസ്റ്റ്? 3 യൂണിറ്റ്സ് ആർ പ്രൊഡ്യൂസ്. 3 യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോഴുള്ള മാർജിനൽ കോസ്റ്റ് കണ്ടുപിടിക്കണം. നമ്മൾ പ്രൊഡക്ഷൻ കൂടുന്തോറും നമുക്ക് 2 തരത്തിലുള്ള എക്സ്പെൻസുകളാണ് മെയിനായിട്ട് വരിക. ഒന്ന് ഫിക്സ്ഡ് എക്സ്പെൻസ്, വേരിയബിൾ എക്സ്പെൻസ്. അതായത് നിങ്ങളൊരു സ്ഥലത്ത് ഒരു റൂം എടുത്തിട്ട് ഒരു സപ്പോസ് വെളിച്ചെണ്ണ പാക്ക് ചെയ്യണമെന്ന് വിചാരിക്കും. നിങ്ങൾ ഒരാളെ ജോലിക്ക് നിർത്തിയിട്ടുണ്ട്. അയാൾ 10 പാക്കറ്റ് പാക്ക് ചെയ്താലും 100 പാക്കറ്റ് പാക്ക് ചെയ്താലും ഒരു ദിവസം അയാൾ വർക്ക് ചെയ്താൽ നമുക്ക് ഒരു ദിവസത്തെ 500 അയാളുടെ കൂലി കൊടുക്കണമെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾക്ക് 100 പാക്കറ്റിൻ്റെ ഒരു ഓർഡർ കിട്ടിയാലും അയാൾക്ക് 500 കൊടുത്താൽ മതി. 10 പാക്കറ്റിൻ്റെ ഓർഡർ കിട്ടിയാലും 500 കൊടുത്താൽ മതി. അപ്പോൾ ഈ 500 രൂപ എന്നുള്ളത് ഫിക്സഡ് എക്സ്പെൻസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ ഒരു റൂമിൻ്റെ റെൻ്റൊക്കെ ഫിക്സ്ഡ് ആണ്. അപ്പോൾ ഓർഡർ കൂടുന്നതനുസരിച്ച് നമുക്ക് എന്താണ്? ഫിക്സ്ഡ് എക്സ്പെൻസ് കൂടുന്നില്ല, അപ്പോൾ ചിലവ് കുറയുകയാണ് ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 3 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റ് എന്താണ്? അപ്പോൾ ഇവിടെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടോട്ടൽ കോസ്റ്റ് ആണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കൊമേഴ്സ് എടുത്ത കുട്ടികൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുക. സയൻസ് എടുത്ത കുട്ടികൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആ ഇക്വേഷൻ ഒന്ന് ഡെറിവേറ്റീവ് കണ്ടാൽ മതി. ഓക്കെ, സോ കോസ്റ്റ് മാർജിനൽ കോസ്റ്റ് ഇസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് സി. ഇവിടെ എക്സ് തന്നെ ആയതുകൊണ്ട് ജസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ ഇവിടെ x³ ആണല്ലോ. x³ ഡെറിവേറ്റീവ് എന്താണ്? 3x². x² ഡെറിവേറ്റീവ് എന്താണ്? 2x. എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1. 5000 ഡെറിവേറ്റീവ് ഇല്ല, അതെന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് 0, അത് എഴുതണ്ട. ക്ലിയർ ആണോ? ഇത് കോൺസ്റ്റന്റിനെ അത് പുറത്ത് നിർത്തണം. 0.005 കോൺസ്റ്റന്റ് ഇൻറ്റു x³ ഡെറിവേറ്റീവ് ഏത് ഫോർമുല? x⁻n എന്നുള്ള ഫോർമുല, ദാറ്റ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു x⁻n−1. ക്ലിയർ? അപ്പോൾ 3x⁻3 ദാറ്റ് ഈസ് 3x². ഇനി ഇത് എപ്പോഴും നമ്മൾ പറയേണ്ട കാര്യമില്ല, ഇത് കുറേ ആയി ചെയ്യുന്നത്. ഫോർമ വരും പെട്ടെന്ന്. 3x² മൈനസ് ഈ 0.02 കോൺസ്റ്റന്റ് അത് പുറത്ത് നിർത്തി ഇൻറ്റു x² ഡെറിവേറ്റീവ് ഇതേ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ 2x⁻1 ദാറ്റ് ഈസ് 2x. 30x, 30 പുറത്തെടുക്കുക. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, അപ്പോൾ ഓൺലി 30. 5000 കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ആണ് നമുക്കറിയാം, അപ്പോൾ അതുകൊണ്ട് കാണണ്ട. ഓക്കെ, ക്ലിയർ? ഇനി എന്ത് ചെയ്താൽ എക്സിന് നമ്മൾ ആ വില കൊടുത്താൽ മതി. എക്സിന് =3 നിങ്ങളിവിടെ കൊടുക്കുക. ഈ എക്സിൻ്റെ പ്ലേസിലേക്ക് 3 കൊടുക്കുക. കാൽക്കുലേറ്റർ ഉപയോഗിക്കുക. യു വിൽ ഗെറ്റ് ദ ആൻസർ 30.0.15. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടോട്ടൽ റവന്യൂ ഇൻ റുപ്പീസ്. റവന്യൂ മീൻസ് വരുമാനമാണ്. നമുക്കിപ്പോൾ ഒരു ഷർട്ട് നിങ്ങൾ 100 രൂപയ്ക്ക് എറണാകുളത്ത് പോയി വാങ്ങിച്ചിട്ട് നിങ്ങളുടെ കടയിലിട്ട് 150 രൂപയ്ക്ക് വിറ്റാൽ 150 രൂപയാണ് നിങ്ങളുടെ റവന്യൂ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതിൽ നിന്ന് നിങ്ങൾക്ക് ആ ഷർട്ട് വാങ്ങിക്കാനായിട്ട് 100 രൂപ ചിലവായി. അപ്പോൾ 100 രൂപ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 50 ആണ് നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ആ 100 രൂപ എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. മനസ്സിലായോ? സോ ടോട്ടൽ റവന്യൂ ഇൻ റുപ്പീസ് റിസീവ്ഡ് ഫ്രം ദ സെയിൽ ഓഫ് എക്സ് യൂണിറ്റ് ഓഫ് എ പ്രോഡക്റ്റ് ഇസ് ഗിവൺ ബൈ എന്ന് പറഞ്ഞ് ഇതേപോലെ ഒരു ഇക്വേഷൻ ആണ് നമുക്ക് ടോട്ടൽ റവന്യൂ കണ്ടുപിടിക്കാൻ. അതായത് പ്രോഡക്റ്റ് 10 എണ്ണം വിറ്റാൽ എത്ര വരുമാനം കിട്ടും, അങ്ങനെയാണ്.
Find the marginal revenue when x is equal to 5, whereby marginal revenue we mean that the rate of change of total revenue with respect to the number of items sold at an instant. നമ്മൾ സാധനങ്ങൾ വിൽക്കുമ്പോൾ കൂടുതൽ സാധനങ്ങൾ വിൽക്കുമ്പോൾ നമുക്ക് കൂടുതൽ ലാഭം കിട്ടും അല്ലേ? പലപ്പോഴും നമ്മൾ ഡിസ്കൗണ്ടിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ സാധനങ്ങൾ വിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വരുമാനത്തിൽ വ്യത്യാസം വരാറുണ്ട്. അത് കണ്ടുപിടിക്കാനാണ് ഈ ഇക്വേഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മാർജിനൽ റവന്യൂ, മാർജിനൽ കോസ്റ്റ് കണ്ടുപിടിച്ച പോലെ മാർജിനൽ റവന്യൂ, ഈ ഇക്വേഷനെ നമ്മൾ ഡിറൈവ് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. So let us derivative this. Derivative very easy ആണ്. എന്താണ് 3 into x into x square ഡെറിവേറ്റീവ് ചെയ്യുക ആദ്യം. So 3 into x square ഡെറിവേറ്റീവ്, that is 2x plus 36 into x ഡെറിവേറ്റീവ് 1 ആണ്, plus 5 ഡെറിവേറ്റീവ് 0. So this is 6x plus 36. Then x ന്റെ വാല്യൂ കൊടുക്കുക, x is equal to 5. So marginal cost is equal to r into 5 plus 36, that is 66. Okay. അപ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം നമ്മുടെ ലൈവ് വീഡിയോസൊക്കെ എല്ലാവർക്കും കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ലൈവ് വീഡിയോസ് ഓൺലൈനായി ചേരാത്ത കുട്ടികൾക്ക് ലിങ്ക് ലഭിക്കില്ല. അവർ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ് അത് അപ്ലോഡ് ചെയ്യുമ്പോൾ എപ്പോഴാണ് ലൈവ് എന്നുള്ളത് നോട്ടിഫിക്കേഷൻ ലഭിക്കും. സോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചേർന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.